ഓതന്റിക് ആയിട്ടുള്ള ഒരു ഉടുപ്പി രസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് ആദ്യം നമ്മുടെ രസപ്പൊടി റെഡിയാക്കണം. ഇതിന്റെ രസപ്പൊടിയാണ് ഈ രസത്തിന്റെ ഹൈലൈറ്റ് കേട്ടോ. അതുകൊണ്ട് അത് കൃത്യമായ അളവിൽ തന്നെ ഡ്രൈ റോസ്റ്റ് അല്ല, നമ്മളെ വെളിച്ചെണ്ണയിലാണ് നമ്മളത് വറുത്തെടുക്കേണ്ടത്. വേറെ ഒരു എണ്ണ ഉപയോഗിക്കരുത്. അതാണ് അതിന്റെ ഒരു വേറൊരു പ്രത്യേകത. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പൊ അതിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് പറയാം. പച്ചമല്ലി വേണം. അളവൊക്കെ ഞാൻ ഓരോന്ന് ഇടുമ്പോ പറയാം കേട്ടോ. പച്ചമല്ലി വേണം, നല്ല ജീരകം, കുരുമുളക്, കടലപ്പരിപ്പ്, കുറച്ച് ഉലുവ, കുറച്ച് പിരിയമുളക്. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് ഒരു 1/2 കപ്പ് തോരൻ പരിപ്പ്, അതിൽ 2 തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 4-5 വിസില് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒഴിക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള കുറച്ച് പുളി, അത് പുളിക്ക് അനുസരിച്ച് നല്ല പുളിപ്പുള്ള പുളിയാണെങ്കിൽ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തോളൂ. അത് പുളി പിഴിഞ്ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ ചീനച്ചട്ടി ചൂടാക്കട്ടെ. ആദ്യം ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ പിരിയമുളക് ഉണ്ടല്ലോ, പിരിയമുളക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വറുത്തിടുന്ന മുളകായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് എന്റെ അടുത്തുള്ള മുളക് കുറച്ച് എരിവുള്ളതുകൊണ്ടാണ് ഞാനത് പിരിയമുളക് എടുത്തത്. പിരിയമുളക് മാത്രം നമുക്ക് ആദ്യം ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ചീനച്ചട്ടി പുകഞ്ഞിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചോളൂ കേട്ടോ. മുളക് സാവധാനത്തിൽ റോസ്റ്റ് ആയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗാണ്ട് കരിയുള്ളൂ. അപ്പൊ ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ തണ്ടെടുത്തിട്ടില്ല. അല്ല, തണ്ടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ വിത്തൊക്കെ പുറത്തേക്ക് വന്നിട്ട് അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ പൊടിക്കുമല്ലോ, ആ സമയത്ത് മാത്രം തണ്ടെടുത്തിട്ട് ഒഴിവാക്കിയാൽ മതി. ഇപ്പൊ ഇതാ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ഒന്ന് മാറിയില്ലേ. ഇനി നമുക്ക് അതുകൊണ്ട് എടുക്കാം. ഇനി ഇതിലേക്ക് വേറെ എണ്ണ ഒഴിക്കൊന്നും വേണ്ട. ഈ എണ്ണ മതി. ബാക്കിയുള്ള സാധനങ്ങളും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ആദ്യം നമ്മൾ ഇടാൻ പോണത് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയാണ്. ഫ്ലെയിം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്നും കൂടെ മൂപ്പായി തരട്ടെ. അതിന് ശേഷം ബാക്കിയുള്ള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഒന്നിങ്ങനെ മൂത്തൊരു സ്മെല്ല് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ സാവധാനത്തിൽ റോസ്റ്റ് ചെയ്യാവൂ കേട്ടോ. നല്ല വറവ് സ്വാദ് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ച് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും, ഉള്ളിലേക്ക് ആ വറവ് സ്വാദ് എത്തിയിട്ടും ഉണ്ടാവില്ല. ഇനി ഇതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഉലുവ അധികം ഇടരുത് കേട്ടോ, കൈപ്രസം വരെയുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്നിങ്ങനെ പൊട്ടി വരുമല്ലോ. ആ ജീരകവും കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി വരും, ഒരു നല്ലൊരു മണം വരണം. നമ്മളുടെ രസത്തിന്റെ ഹൈലൈറ്റ് ആണ് ഈ പൊടി എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേ കറക്റ്റ് അളവിൽ ഇട്ടുകൊടുക്കുക. ഒന്നും അധികം ആവരുത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നല്ലോണം ആയതിന്റെ ശേഷം ലാസ്റ്റ് നമുക്കൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. ഓവറായിട്ട് അങ്ങോട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇത് ഈ പൊടിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർക്കുന്നത്. അപ്പൊ അതാ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഒന്നങ്ങോട്ട് മൂപ്പിൽ വരും കേട്ടോ. അപ്പൊ അത് കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. എല്ലാം കളറ് മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ആറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ റോസ്റ്റ് എടുത്തപ്പോൾ നല്ല മണം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതാ അതേപോലെ കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിക്കേണ്ടത് കേട്ടോ. പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം. അപ്പൊ രസപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തോരൻ പരിപ്പ്,
തക്കാളി ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കട്ടക്കായാണ്, അത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു പൊട്ട് ശർക്കര, ഒരു വറ്റൽമുളക്, കടുക്, പിന്നെ സാധാരണ നമ്മൾ ചേർക്കില്ലേ മല്ലിയില, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടാവട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ആദ്യം പുളിയാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇനി ഇതിന്റെ കൂടെ ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് വേണം അത് തിളപ്പിക്കാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ആ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നല്ല തിളച്ച് വരണം കേട്ടോ. പുളി നല്ല വെന്ത് വരണം. മഞ്ഞപ്പൊടി പിന്നെ ഞാൻ പരിപ്പിന്റെ കൂടെ വേവിച്ചതുകൊണ്ട് ഇതിലിടുന്നില്ല. അപ്പൊ ഇതാ പുളി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു പൊട്ട് ശർക്കര കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ തിളക്കട്ടെ. ഈ രസത്തിൽ നിങ്ങൾ ശർക്കര സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതിന്റെ പ്രധാനപ്പെട്ട ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ശർക്കര. അതേപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി 2 കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കാനുള്ളത്. അതുകൊണ്ട് ഇതിൽ ഒരു ഇൻഗ്രീഡിയന്റും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് ആ ഉടുപ്പി രസത്തിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ രസപ്പൊടി ഇല്ലേ, രസപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഈ കണക്കിന് ആവശ്യമുള്ളൂ. നിങ്ങൾ രസം എത്രത്തോളം ഉണ്ടാക്കണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം പൊടിച്ചു വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അത് മുഴുവൻ ആവശ്യമില്ല. അപ്പൊ അതാ പരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് രസപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ രസപ്പൊടി നന്നായിട്ടൊന്ന് തിളച്ചായിരിക്കുന്ന ഇറങ്ങട്ടെ. അപ്പോഴാണ് രസത്തിന് ആ ഒരു നല്ല രുചി ഉണ്ടാവുക. ഇപ്പൊ ഇതാ രസപ്പൊടി ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി വറുത്തിടുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വറുത്തിടാം. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളക്, പിന്നെ ഇടുന്നത് കായമാണ് കേട്ടോ. കായിട്ട് കൂടെ കുറച്ച് കറിവേപ്പില. ഈ ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. കായ പൊടിയാണെന്നുണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് മല്ലിയില ഇടാം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂലേ മല്ലിയില ഇടുന്നില്ലേ എന്നുള്ളത്. ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഉടുപ്പി രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മല്ലിയില ഇട്ട് തിളപ്പിക്കുന്നതും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുന്നതും ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു രുചിയാണ് അതിനുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താ അങ്ങനെ പറഞ്ഞത്. വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. മറ്റത് എല്ലാം ഇങ്ങോട്ട് വല്ലാണ്ട് വെന്തതാവില്ലേ. ഇതങ്ങനെ വേവാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കണില്ലല്ലോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മല്ലിയില ചേർക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഉടുപ്പി രസം ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചെറിയൊരു മധുരമാണ് ഇതിന്റെ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് മധുരം ചേർക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തിയാൽ മതി. ചെറിയ പൊട്ടി ശർക്കര ചേർത്തിയാൽ മതി, അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം. അതല്ല മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരച്ചിന്റെ പകുതിയൊക്കെ ഇടുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.